ഹലോ എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്ലാസ്റ്റിക് കവേഴ്സ് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലോ പല രീതിയിൽ നമ്മളുടെ വീട്ടിലെത്തും അല്ലേ. അതായത് പച്ചക്കറികൾ വാങ്ങിക്കുമ്പോഴും മറ്റ് പല സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ധാരാളം പ്ലാസ്റ്റിക് കവർ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അത് വലിയ കാര്യമല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം ഈ പ്ലാസ്റ്റിക് കവേഴ്സിൻ്റെ അടിയിലൊക്കെ 4 സൈഡും ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പോട്ടി മിക്സ് നിറയ്ക്കാം. ഇത് ചാണകപ്പൊടിയും മണ്ണിൻ്റെയും മിക്സാണ്. ഇത് നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ നടാൻ പോകുന്നത് ചീര തൈകളാണ്. പച്ചച്ചീര, ചുവന്ന ചീര, അതുപോലെ തന്നെ സുന്ദരി ചീരയൊക്കെ നട്ടു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക് കവേഴ്സിലൊക്കെ ഇതുപോലെ ചീരത്തൈകളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. വലിയ പ്ലാസ്റ്റിക് കവറിൽ മുളക് തൈയാണ് നട്ടിട്ടുള്ളത്. ഈ ചീരയൊക്കെ 1 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയും. 2 or 3 തവണ നമുക്ക് ചീര ഇതേ കവറിൽ തന്നെ വളർത്താം. അപ്പോഴേക്കും ഈ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ദ്രവിക്കാൻ തുടങ്ങും. വെയിൽ കൊള്ളുന്നത് കാരണം മെല്ലെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്കത് മാറ്റാം. ഇത് 10 ദിവസമായിട്ടുള്ള ചീരത്തൈകളാണ്. നമുക്ക് കറക്റ്റ് 30-ാം ദിവസം ഇത് വിളവെടുക്കാൻ കഴിയും. കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഗോമൂത്രവും നമുക്ക് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മാത്രം മതി ചീരത്തൈകൾ നന്നായി വളരാൻ. ചീര കൂട്ടത്തോടെ വളർത്താനും കഴിയും. അതുപോലെ തന്നെ പറിച്ച് മാറ്റി നട്ടും വളർത്താം. ചീര പറിച്ച് മാറ്റി നടുന്നതാണ് നല്ലത്. കൂട്ടത്തോടെ വളരുമ്പോൾ വളത്തിൻ്റെ അഭാവം മൂലം ചെടിയുടെ വളർച്ച കുറവായിരിക്കും. അപ്പോൾ പറിച്ച് മാറ്റി നടുന്നതാണ് ഉത്തമം. ഇതുണ്ടല്ലോ, ഇത് 1 മാസം പ്രായമായിട്ടുള്ള ചീരത്തൈകളാണ്. നമുക്കിത് വിളവെടുക്കാം. ഈ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാം. ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ ചീരത്തൈകൾ വയ്ക്കുന്നതാണ് വളരെ നല്ലത്. മുളക്, വഴുതന പോലുള്ള ദീർഘകാല ചെടികൾ നട്ടു കൊടുക്കുമ്പോൾ അതിൽ വേരോടാൻ പ്രയാസമായിരിക്കും. കാരണം കുഞ്ഞു കവറല്ലേ. അതുപോലെ തന്നെ വെയിൽ കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ചീരത്തൈകൾ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് 1 or 2 തവണയൊക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴും വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ ചെറിയ പ്ലാസ്റ്റിക് കവറിലൊക്കെ നമുക്ക് ചീരത്തൈകൾ നടാം. വലുതിലൊക്കെ ആണെങ്കിൽ മുളകോ വഴുതനയോ പയറോ മറ്റൊക്കെ നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇത്രയും വിളവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.